ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ ഒരു ലണ്ടൻ കറക്കത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണിത്. ഞങ്ങൾ ബോറോ മാർക്കറ്റ് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. അവിടുന്ന് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ്, ടവർ ബ്രിഡ്ജ് കാണാൻ പോവാണ്. അവിടുന്ന് 5 മിനിറ്റാണ് നടക്കാനുള്ളൂ. അവിടെ ഒരു ബംഗ്ലാവാന്ന് തോന്നുന്നു, പഴയ ബംഗ്ലാവ് കേട്ടോ. പോകുന്ന വഴിക്ക് വളരെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഉള്ളത്. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് എത്താൻ കഴിയും. പിന്നെ അവിടെ നിന്ന് നമുക്കൊരു ഏകദേശം 1 കിലോമീറ്റർ കൂടുതലുണ്ട് തോന്നുന്നു നടക്കാൻ ടവർ ബ്രിഡ്ജിലേക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ആ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്ര നല്ലൊരു കാലാവസ്ഥ ആയിരുന്നില്ല ഞങ്ങൾ പോയ ദിവസം. അപ്പോൾ ചെറിയൊരു ശക്തമായ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സായ ഷിൻഡോയും ജീനയൊക്കെ ഇവിടുന്ന് ലണ്ടനിൽ നിന്ന് ജോലി ആവശ്യത്തിനായി വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടി ഒരു ദിവസം കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്, ഒരു ഫുൾ ഡേ ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ 2-3 വീഡിയോ ഒക്കെ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, ബോറോ മാർക്കറ്റിൻ്റെയും പിന്നെ കേബിൾ കാറിൻ്റെയൊക്കെ. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് എൻട്രി ആണ്. എൻട്രീന് തൊട്ട് മുമ്പ് നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിൽ നിന്നൊക്കെ എഴുതിയ ഒരു പ്രതിമയും അത് അവിടെ ഒരു ശില്പത്തിൽ ഇങ്ങനെ കുത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടത്. ഇത് കാണുന്നതാണ് തേംസ് നദി എന്ന് പറയുന്നത്. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഒരു ബിസിനസ് സിറ്റിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് പെട്ടെന്ന് തന്നെ പോകണമെന്നാണ് വിചാരിക്കുന്നത്, കാരണം തണുപ്പ് അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച കണ്ട് ഇവിടെ ഞങ്ങൾ ആ ദൂരെ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ്. അങ്ങോട്ട് നടന്നു പോകണം, ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകണമെന്നാണ് വിചാരിക്കുന്നത്. അടിപൊളി ബസ്സുകളൊക്കെ പോകുന്നുണ്ടോ. ഈ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ കാണുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയാണ്. ഇതേണ്ട ഒരു ബോട്ട് പോകുന്നുണ്ട്, ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഊബർ സർവീസ് കിട്ടും നമുക്ക്. ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ, നമ്മൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ അത് വീഴും, കാരണം ഒരു പ്രത്യേക രീതിയിലാണ് അത് പണിതിരിക്കുന്നത്. അത് ഞാൻ താഴെ എത്തിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒരു പ്രത്യേക തരത്തിൽ ചെരിഞ്ഞ് നമ്മൾ പിടിച്ചിറങ്ങിയെങ്കിൽ ചിലപ്പോൾ എപ്പോഴാണ് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കണ്ടോ, ഒരു ചെരിഞ്ഞ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഈ അങ്ങ് എത്തുന്നോടം വരെ പല തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും പിന്നെ അതുപോലെ തന്നെ വളരെ മനോഹരമായി അലങ്കരിച്ച ചില ഷോപ്പുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫുഡിൻ്റെയൊക്കെ വെറൈറ്റീസ് ഐറ്റംസ് ഇവിടെ നമുക്ക് കണ്ടു കേട്ടോ. അങ്ങ് എത്താറാകുമ്പോൾ കണ്ടോ, പല പല രൂപത്തിൽ ശില്പങ്ങളുടെ ഫോട്ടോസൊക്കെ ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും അവരെയൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെയാണ് യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പറ്റുന്നവരിത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ല മനോഹരമായൊരു വീഡിയോ ആണ്. കുറച്ച് ലെങ്തിയാണെന്ന് അറിയാം, പക്ഷേ ഞാനത് ഒട്ടും ഒഴിവാക്കാൻ തന്നെ അതിന് നല്ലൊരു ദൂരം ഞങ്ങൾ യാത്ര ചെയ്തെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കത് കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം.